ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസിക്കോ ചപ്പാത്തിക്കോ ഒക്കെ സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം എല്ലുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ തൈര് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടി തന്നെ എടുത്താൽ മതി. എരിവിന് നമ്മൾ വേറെയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പിടിച്ചോട്ടെ. ഇനി ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു എരിവും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ 2 സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ സോസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. അപ്പോൾ അതിലെ കോട്ടിങ്ങൊക്കെ പോവും. അതുകൊണ്ട് തന്നെ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ചിക്കനിൽ പിടിച്ചിട്ടുള്ള മസാലയൊന്നും ഈ ഒരു ഓയിലിലേക്ക് ചട്ടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ബാച്ച് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. 2 ബാച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് ഓയിൽ കുറച്ച് മാറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ കാശ്മീരി മുളകാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് വറ്റൽമുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസും അതേപോലെ തന്നെ സോയാ സോസും മിക്സ് ചെയ്തിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണേ. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഇത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ചിക്കൻ ഈ ഒരു സോസിൽ കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്നത് മിക്സ് ആകുന്ന രീതിയിൽ ചിക്കനൊക്കെ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഈ ഒരു സോസിൽ കിടന്നിട്ട് ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് വളരെ കുറച്ച് മാത്രം മല്ലിയില കൂടെ ചേർത്താൽ സംഭവം സെറ്റായിട്ട്. ഒരുപാട് മല്ലിയിലൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തായാലും എന്തിൻ്റെ കൂടെ ആയാലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്